ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മുഗൾ ഭരണകൂടത്തെക്കുറിച്ചും ഇമ്പോർട്ടൻ്റ് മുഗൾ റൂളേഴ്സിനെ കുറിച്ചും അതുപോലെ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ അക്ബർ ചക്രവർത്തിയെക്കുറിച്ചുമായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി മുഗൾ ഭരണ രീതി എങ്ങനെയായിരുന്നതാണ് നോക്കാൻ പോകുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ അന്ന് മുഗൾ രാജ്യത്തെ എന്തായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മളെ രാജ്യത്തെ എന്തായിട്ടുണ്ട്, സംസ്ഥാനങ്ങളായിട്ടും സംസ്ഥാനങ്ങളെ വീണ്ടും ജില്ലകളായിട്ടും ജില്ലകളെ വീണ്ടും സബ് ജില്ലകളായിട്ടും അതുപോലെ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ രാജ്യത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുഗൾ രാജ്യത്തെയും അന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഓരോ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മുഗൾ രാജ്യത്തെ സുബ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തു. സുബ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സംസ്ഥാനത്തിൻ്റെ പോലെ അന്ന് ഓരോ പ്രവിശ്യകളായിരുന്നു, പ്രോവിൻസസ് എന്ന് പറയും, പ്രവിശ്യകളായിരുന്നു. അതാണ് സുബ എന്ന് പറയും. ഈ സുബയെ വീണ്ടും എന്താക്കി മാറ്റി, സർക്കാർ എന്ന് പറഞ്ഞിട്ട് ജില്ലകളാക്കി ഡിവൈഡ് ചെയ്തു. പർഗാന എന്ന് പറയുമ്പോൾ ഉപജില്ലകൾ, അതായത് സബ് ജില്ലകളായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ ആ സബ് ജില്ലകളിൽ കുറേ ഗ്രാമങ്ങളായിട്ടും ഡിവൈഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരു ഭരണക്രമമാണ് മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. മുഗൾ ഭരണകാലഘട്ടത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. അപ്പോൾ ഈ മുഗൾ രാജ്യത്തിൻ്റെ പരമാധികാരവും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനൊക്കെ ആരിതായിരുന്നു? ചക്രവർത്തിയായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ എല്ലാ അധികാരവും ആർക്കായിരുന്നു? രാജാവിനായിരുന്നു, അല്ലെങ്കിൽ ചക്രവർത്തിക്കായിരുന്നു. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല, പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നീതിന്യായ നിർവഹണത്തിനായി ഇവിടെ കോടതികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് എന്തുണ്ടായിരുന്നില്ല, കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം എന്തായിരുന്നു, ഇപ്പോൾ ആരെങ്കിലും തമ്മിലൊക്കെ ഇന്നിപ്പോൾ നമ്മൾ ആരെങ്കിലും 2 പേരെന്തെങ്കിലും തമ്മിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടായാലും പോലീസിനോട് പറഞ്ഞ് കേസെടുത്ത് പിന്നെ അത് എവിടെ എത്തും, കോടതിയിലെത്തി. കോടതിയാണ് അന്തിമ തീരുമാനം, നമുക്ക് വിധി നിർണ്ണയിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളിലും ഇതിലൊക്കെ തദ്ദേശീയമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തദ്ദേശീയരായ മതപണ്ഡിതന്മാർ തന്നെയായിരുന്നു അതിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അവരെ കാസിമാർ എന്നാണ് പറഞ്ഞിരുന്നത്. അവരെന്നെ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നു. ഈ തീരുമാനത്തിൽ നമുക്ക് എന്തെങ്കിലും തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ, സംതൃപ്തരല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരും അതുപോലെ ഓരോ വകുപ്പിനും ഓരോ അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭരണ രീതിയായിരുന്നു മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. അതായത് രാജാവിനാണ് അന്തിമ തീരുമാനം എടുക്കാനുള്ള ഇതുണ്ടായിരുന്നത്, അധികാരം രാജാവിനായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മുഗൾ കാലഘട്ടത്തെ ഒരു സാമൂഹിക സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു, അതായത് മുഗൾ ഭരണത്തെ സമൂഹം എങ്ങനെയായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു മുഗൾ സമൂഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്? നമുക്കറിയാം, ഇന്ത്യയിലേക്ക് ഒരുപാട് യൂറോപ്യന്മാർ വന്നിരുന്നു, വ്യാപാരികളും സഞ്ചാരികളും വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഇവിടെ വന്ന് പോകുമ്പോൾ അവരവിടെ യാത്രാ വിവരണങ്ങൾ എഴുതും, അതായത് ട്രാവലോഗ്സ് എഴുതും. അപ്പോൾ ആ ട്രാവലോഗിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയിരുന്നത്, മുഗൾ ഭരണകാലത്ത് ജനങ്ങളുടെ ജീവിത രീതിയും അന്നത്തെ സാമൂഹിക സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് അന്നെന്ന് പറയുമ്പോൾ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാ സ്ഥാനം രാജാവിന്, സമൂഹത്തിലെ ഉയർന്ന സ്ഥാനം രാജാവിനും അടിത്തട്ടിലായിരുന്നു ആരുണ്ടായിരുന്നത്, സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരുന്നു സാധാരണക്കാരുണ്ടായിരുന്നത്. സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഒരുപാട് പേരും എന്തായിരുന്നു, കർഷകരായിരുന്നു. ഭൂരിഭാഗം ജനങ്ങൾക്കും എന്തായിരുന്നു, തൊഴിൽ കൃഷിയായിരുന്നു. അവരെന്ത് ചെയ്തു, കൃഷി ചെയ്ത് ജീവിച്ചു. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കാം. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇത് നമുക്ക് എവിടുന്നാണ് കിട്ടിയത്? മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അദ്ദേഹത്തിൻ്റെ ട്രാവലോഗിൽ എഴുതിയതാണ്. അന്നത്തെ ആളുകളുടെ
സാമൂഹ്യ അവസ്ഥയും അതുപോലെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ജനങ്ങളെ ജീവിത രീതിയും ഭക്ഷണവും വസ്ത്രധാരണവും ഒക്കെ നോക്കിയിട്ടാണ്, ഇതിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് ട്രാവലോഗ് വായിച്ചാൽ അതിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാൽ നമുക്ക് ട്രാവലോഗ് വായിച്ചാലും നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ളതായിരുന്നു അന്നത്തെ ജീവിത രീതി. അതായത് ഉയർന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ആളുകളുണ്ടാവും, താഴ്ന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ആളുകളുണ്ടാവും. അപ്പം തന്നെ നമുക്ക് അവിടുത്തെ ആ അസമത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് എന്ന് പറയുന്ന ഒരാൾ എന്താ പറയുക, ഇന്ത്യയിലെ നഗരത്തെക്കുറിച്ച് വിവരിച്ചതാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്, ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് എന്താണ്, അവരുടെ ലണ്ടൻ നഗരത്തേക്കാളും വലുതാണ് എന്ത്, ആഗ്രയും ഫത്തേപൂർ സിക്രിയൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക പുരോഗതിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം എന്താണ്, കൃഷി തന്നെയാണ്. കാർഷിക രംഗത്തുണ്ടായൊരു നേട്ടമാണ് ഈ സാമ്പത്തിക പുരോഗതി. അതായത് കൃഷിയിൽ നിന്ന് മെച്ചമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, കച്ചവടത്തെയും അത് ശക്തിപ്പെടുത്തും. അപ്പോൾ അന്ന് എന്തൊക്കെയായിരുന്നു കൃഷി ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതാരാണ് ഇവിടെ, അബുൾ ഫസൽ എന്ന് പറയുന്ന ഒരു മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അദ്ദേഹം തൻ്റെ പുസ്തകമായ ഐൻ ഹി അക്ബരിയിൽ ഇന്ത്യക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ അന്നത്തെ ഏതൊക്കെ കൃഷിയാണ് ചെയ്തിരുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ മുഗൾ ഭരണകാലത്ത് എന്ത് കൊടുക്കണമായിരുന്നു, കർഷകർക്ക് എന്തായിരുന്നു, ടാക്സ് കൊടുക്കണമായിരുന്നു. അതായത് കൃഷി ചെയ്യണമെങ്കിൽ, അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ ടാക്സ് കൊടുക്കണമായിരുന്നു. അങ്ങനെ കർഷകർ എന്ത് ചെയ്തു, നികുതി കൊടുത്തിരുന്ന കാലത്തോളം അവർക്ക് എന്ത് ചെയ്യാം, ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തെ സാങ്കേതിക വിദ്യകളും പുതിയ ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി എന്തായി, കാർഷിക രംഗത്ത് ഉൽപ്പാദന വർധനവുണ്ടായി. അതുപോലെ ജലചക്രത്തിൻ്റെ പിക്ചറാണ് ഇവിടെ, പേർഷ്യൻ ചക്രം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ജലചക്രമൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി തന്നെ കൃഷി മെച്ചപ്പെട്ടു. അങ്ങനെ കാർഷിക രംഗത്തുണ്ടായ ഉൽപ്പാദന വർധനവ് എന്തിനേയും ത്വരിതപ്പെടുത്തി, കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. അപ്പോൾ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. അതായത് അപ്പോൾ അവരെന്ത് ചെയ്തു, വിദേശ രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. എങ്ങനത്തെയൊക്കെയായിരുന്നു, തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതികൾ. അതുപോലെ ജലഗതാഗതവും കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്ത് വളർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവയായിരുന്നു നഗരങ്ങൾ. അതായത് അന്ന് ഉയർന്നു വന്ന നഗരങ്ങൾ. അപ്പോൾ ധാക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ ബംഗ്ലാദേശിലാണ്, അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ നഗരങ്ങൾ ഇന്നത്തെ രാജ്യങ്ങൾ നിറങ്ങാണ്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാക്ക എവിടെയാണ്, ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് ആണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെയാണ്, പശ്ചിമ ബംഗാളിലുള്ള സ്ഥലമാണ്, ഇന്ത്യ എന്ന് എഴുതി കൊടുക്കുക. ലാഹോർ ആണെങ്കിൽ പാകിസ്ഥാൻ. സൂറത്ത് പറയുമ്പോൾ ഗുജറാത്ത്, അപ്പോൾ ഇന്ത്യ എന്ന് കൊടുത്താൽ മതി. ആഗ്ര എവിടെയാണ്, ഉത്തർപ്രദേശിലാണ്, അതും അവിടെയും ഇന്ത്യ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും നഗരങ്ങളായിരുന്നു മുഗൾ ഭരണകാലഘട്ടത്തിൽ ഉയർന്നു വന്ന നഗരങ്ങൾ. അതായത് പുരോഗതി കൈവരിച്ച് ഉയർന്നു വന്ന നഗരങ്ങൾ ഇത്രയും ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബോക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് മൊത്തത്തിൽ ഇവിടെ കൃഷിയിലുണ്ടായ പുരോഗതി എന്ത് ചെയ്തു, കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. അങ്ങനെ കൂടുതൽ നഗരങ്ങൾ വളർന്നു വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നോക്കാം. നെക്സ്റ്റ് പേജിൽ ഇത് എന്താണ്, സാംസ്കാരിക സമന്വയം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അതായത് സാംസ്കാരിക സമന്വയം എന്ന് പറയുമ്പോൾ മുഗൾ വംശജരുടെ സംസ്കാരവും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും തമ്മിലൊരു
ഒത്തൊരുമ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സാംസ്കാരിക സമന്വയം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമുക്കറിയാം താജ്മഹൽ, ചെങ്കോട്ട, ആഗ്ര കോട്ട ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെയും അതുപോലെ മുഗളന്മാരുടെയും ഒരു ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയിലൂടെയാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ രണ്ടിൻ്റെയും സമന്വയമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ട് രീതിയിലായിരുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷ സംസാരിച്ചിരുന്നു. ഇവിടെ അധികം ആളുകൾ ഇന്ത്യയൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ പേർഷ്യനും ഇന്ത്യയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, പുതിയൊരു ഭാഷയൊക്കെ ഉണ്ടായി. ഉറുദു എന്ന് പറയും. ഉറുദു എന്ന് പറയേണ്ട പുതിയ ഭാഷയുണ്ടായി. അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ ഉത്ഭവിച്ചത് ഇവരുടെ ഈ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ താജ്മഹലിൻ്റെയും ആഗ്ര കോട്ടയുടെ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ താജ്മഹലൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം, അതിൻ്റെ നിർമ്മിതി കണ്ടാൽ തന്നെ അറിയാം ഒരു പേർഷ്യൻ സ്റ്റൈല് അതിൽ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കേണ്ടത്. ഇന്ത്യൻ സംസ്കാരവും അതുപോലെ മുഗളൻ വംശജരുടെ ആ സംസ്കാരം കൂടി തമ്മിലുള്ള ഒരു യോജിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മുഗൾ ഭരണത്തെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി അടുത്തത് വിജയനഗര ഭരണം നമുക്ക് നോക്കാം. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. അപ്പോൾ ഇത് എവിടെയായിരുന്നു? ദക്ഷിണേന്ത്യയായിരുന്നു അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ മുഗൾ ഭരണം എന്ന് പറയുമ്പോൾ ഡൽഹി കേന്ദ്രമാക്കിയിട്ടായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ദക്ഷിണേന്ത്യയിലായിരുന്നു. അപ്പോൾ വിജയനഗരവും ഹംപിയും എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വിജയനഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും പേരായിരുന്നു. 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അതായത് വിജയനഗരം എന്ന് പറയുമ്പോൾ 1565 അതെന്ത് ചെയ്തു, നശിച്ച് പിന്നെ അത് ഇല്ലാണ്ടായി. പിന്നെ അത് ഒരു ഓർമ്മകളിൽ മാത്രം നിന്നു, ജനമനസ്സുകളിൽ മാത്രം ഒരു ഓർമ്മയായി ഹംപി എന്ന് പറഞ്ഞിട്ട് ഹംപി എന്ന പേരിൽ ഇങ്ങനെ നിന്നു. പിന്നെ ഒരു 1800 ആയപ്പോഴേക്കും പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥന്, കേണൽ മക്കൻസി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അപ്പോൾ അത് അങ്ങനെ പിന്നെ വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകർ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ച് കിടക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? സംസ്ഥാനങ്ങളായിരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഓരോ ഇതായിരുന്നു, ഓരോ സാമ്രാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത് സ്റ്റേറ്റ്സായി. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനത്തിലാണ് അത് വ്യാപിച്ച് കിടന്നിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാകും. ഇത് വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായ കൃഷ്ണദേവരായരുടെ കാലത്തുള്ള രാജ്യങ്ങളുടെ ഭൂപടമാണ്. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെ എഴുതി കൊടുക്കാം. വിജയനഗര രാജാക്കന്മാർ ആരൊക്കെയാണ് നോക്കാം. സംഗമ രാജവംശം, അതായത് ഈ വിജയനഗരം സ്ഥാപിച്ച ആളുകളാണ്. അതായത് ഫസ്റ്റ് വംശം സംഗമ രാജവംശം, ഹരിഹരനും ബുക്കനും. സാലുവ വംശം നരസിംഹ സാലുവ. തുളുവ വംശം വീരനരസിംഹൻ കൃഷ്ണദേവരായർ. അതുപോലെ അരവിടു വംശം തിരുമല വെങ്കിട ഫസ്റ്റ്. അപ്പോൾ ഹരിഹരനും ബുക്കനും എന്ത് ചെയ്തു, എന്നീ സഹോദരങ്ങൾ എന്ത് ചെയ്തു, 1336 1336 വിജയനഗരം സ്ഥാപിച്ചു. ഒരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി ആരെന്നായിരുന്നു? കൃഷ്ണദേവരായരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1509 to 1529 അദ്ദേഹത്തെക്കുറിച്ച് ബാർബോസ എന്ന് പറയുന്ന ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി എഴുതിയ കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബോക്സിൽ. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തി കൊണ്ടുവന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണെന്നാണ് പറയുന്നത്. അതായത് കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖല
ശക്തിപ്പെട്ടിരുന്നു. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, മതസഹിഷ്ണുത. അതായത് അദ്ദേഹം എല്ലാ മതത്തെയും ഒരുപോലെ കണ്ടിരുന്നു എന്നാണ്. അപ്പം നമ്മൾ അക്ബറിൻ്റെ കാലത്ത് പറഞ്ഞ പോലെ തന്നെ മുഗൾ ഭരണാധികാരിയായ അക്ബർ ചക്രവർത്തിയും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ, എല്ലാ മതത്തെയും പരിഗണിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എല്ലാ മതത്തിലെയും നല്ല വശങ്ങളൊക്കെ കോർത്തിണക്കി അദ്ദേഹം ദീൻ ഹിലായി പറഞ്ഞൊരു മതം സ്ഥാപിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവരും കൃഷ്ണദേവരായ രാജാവും അങ്ങനെ തന്നെയാണ് ചെയ്തതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ കലാ സാഹിത്യ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അതായത് അദ്ദേഹം അസാമാന്യമായ പാണ്ഡിത്യമുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം മുക്തമാല്യത, ജാംബവതി കല്യാണം എന്ന് പറയുന്ന കൃതികൾ രചിച്ചിട്ടുണ്ടായിരുന്നു. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജർ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പോൾ ഏകദേശം മുഗൾ ഭരണകാലത്തെ പോലെ തന്നെയാണ് മതത്തിൻ്റെ കാര്യമൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. രണ്ട് കൂട്ടരും മതസഹിഷ്ണുത പുലർത്തിയിരുന്നു. അപ്പോൾ ഇനി ഭരണ സംവിധാനം എങ്ങനെയാണെന്ന് നോക്കാം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണം രാജഭരണം തന്നെയാണ്. അതേപോലെ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ എന്തായിട്ടുണ്ടായിരുന്നു, 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുഗൾ ഭരണത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രവിശ്യകൾ, നാടുകൾ എന്ന് പറഞ്ഞാൽ ജില്ലകൾ, സ്ഥലം എന്ന് പറഞ്ഞാൽ ഉപജില്ലകൾ, പിന്നെ ഗ്രാമങ്ങൾ അങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്താനും ശിക്ഷിക്കാനൊക്കെ ഉള്ള അധികാരം രാജാവിനായിരുന്നു. അതുപോലെ നീതിന്യായ നിർവഹണത്തിനായി കോടതികൾ ഉണ്ടായിരുന്നു. അതായത് മുഗൾ ഭരണകാലത്ത് കോടതികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അന്ന് കോടതികൾ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പീലധികാരി എന്തായിരുന്നു, രാജാവ് തന്നെയായിരുന്നു. അതായത് ഈ കോടതികളിൽ നിന്നൊക്കെ വീണ്ടും പിന്നെ അന്തിമ തീരുമാനം എടുക്കുന്നത് രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലുള്ള കോടതികളിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യും. അതിലൊന്നും പിന്നെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാജാവിൻ്റെ അടുത്തേക്ക് നേരിട്ട് വരിക. അതായത് അപ്പീലധികാരി രാജാവാണ്. പിന്നെ നഗരങ്ങളിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവർ എന്ന് പറയുന്നത് നായകന്മാരും അമരനായകന്മാരും. അതായത് സൈനിക മേധാവികളായിരുന്നു അമരനായകന്മാർ. അതായത് രാജാക്കന്മാരെന്ത് ചെയ്യും, ഇവർക്കായി കുറച്ച് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു കൊടുക്കും. അതായത് ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ അമരത്തിൻ്റെ ഭരണം നിർവഹിക്കാൻ അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ ഭൂനികുതി, അതായത് നികുതി പിരിക്കാനുള്ള അവകാശക്കാർക്ക് തന്നെയാണ് അമരനായകന്മാർക്കാണ്. അവരെന്ത് ചെയ്യും, രാജാവിന് ഒരു നിശ്ചിത തുക കൊടുത്താൽ മതി, പിരിച്ചിട്ട് പിന്നെ ഇവരെന്ത് ചെയ്യും, ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, അതുപോലെ കുതിരകളെ, ആനകൾ എന്നിവയൊക്കെ നിലനിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ സൈന്യത്തെ വിപുലപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അതായത് നമ്മൾ അക്ബറിൻ്റെ കാലത്ത് മൻസബ്ദാരി സമ്പ്രദായം പറഞ്ഞിരുന്നു അല്ലേ, അതേപോലെയുള്ള ഒരു സമ്പ്രദായമാണ് വിജയനഗരത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് അമരനായക സംവിധാനം. അതായത് രാജാവ് കുറച്ച് ഭൂപ്രദേശങ്ങൾ അവർക്ക് കൊടുക്കും, അതിൻ്റെ നികുതി പിരിച്ചിട്ട് അവർ ഒരു നിശ്ചിത തുക രാജാവിന് തന്നെ കൊടുത്തിട്ട് ബാക്കി പിന്നെ അവരെന്ത് ചെയ്യും, കുതിരകൾ, ആനകളൊക്കെ സൈന്യത്തെയുമായിട്ട് അവരങ്ങ് നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നതാണ് അമരനായക സംവിധാനം. ഇതിൽ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. സാമൂഹ്യ സ്ഥിതി എങ്ങനെയായിരുന്നു, മറ്റ് കാലഘട്ടത്തിലെ പോലെ തന്നെ ഇവിടെയും ജാതി മതം, ഒരുപാട് മതങ്ങളും ജാതികളും ഉണ്ടായിരുന്നു. ഉയർന്ന സ്ഥാനം ബ്രാഹ്മണർക്കായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപരമായ ചടങ്ങുകളും ഒക്കെ നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണർ തന്നെയായിരുന്നു. മറ്റ് കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും മറ്റുള്ള ആളുകൾ ഏർപ്പെട്ടിരുന്നത്. അതുപോലെ രാജാക്കന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടേത് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും സ്ത്രീകളുടെ സേവനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾക്ക്, സമൂഹത്തിൽ സമ്പന്നർക്ക് എന്തുണ്ടായിരുന്നു, ബാഹുഭാര്യത്വം ഉണ്ടായിരുന്നു. അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശൈശവ വിവാഹം, സതി സമ്പ്രദായമൊക്കെ, സദ്യയൊക്കെ നമുക്കറിയാം, സദ്യയൊക്കെ അന്ന് എന്ത് ചെയ്യുന്നു ആ സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. അതുപോലെ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്താ നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിയങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അതായത് വിജയനഗരത്തിൻ്റെ ഒരു പ്രൗഢിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ രാജ്യം സന്ദർശിച്ച സഞ്ചാരികളുടെ ഇതിൽ രേഖപ്പെടുത്തിയ കാര്യം നമ്മൾ വായിച്ചത്. കൃഷി എന്ത് തന്നെയാണ്, തൊഴിൽ എന്ത് തന്നെയാണ്, കൃഷി തന്നെയായിരുന്നു. അവരുടെയും ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് സിൽക്ക്, അതുപോലെ പരുത്തി വസ്ത്രങ്ങൾ തുടങ്ങിയൊക്കെ ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വിജയനഗരത്തിൽ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച
കമലാപുരവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും ഒക്കെ കാർഷിക മേഖലയെ എന്ത് ചെയ്തു, പുഷ്ടിപ്പെടുത്തി. അങ്ങനെ ഇവിടെ എന്ത് തന്നെയാണ്, കൃഷിയിൽ എന്ത് തന്നെയാണ് പുരോഗതി തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയൊക്കെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ വിജയനഗരം എന്ത് ചെയ്തു, ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ച്. അപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അപ്പോൾ നമുക്കറിയാം അന്ന് എന്തായിരുന്നു, യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടേക്ക് ആര് വന്നിരുന്നു, കച്ചവടത്തിനായിട്ട് അറബികളും ചൈനക്കാരൊക്കെ വന്നിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിജയനഗരം സാമ്രാജ്യവുമായി കച്ചവടം നടത്തിയിരുന്നത് അധികം ചൈനക്കാരൊക്കെ ആയിരുന്നു. അതുപോലെ ശ്രീലങ്ക, ചൈന എന്നീ രാജ്യങ്ങളൊക്കെ ആയിരുന്നു വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. അതുപോലെ പിന്നെ കാലക്രമേണ അറബികൾ പോയി, പിന്നെ പോർച്ചുഗീസുകാർ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഇവർ പിന്നെ പോർച്ചുഗീസുകാരായി. അങ്ങനെ അറബികളെ പിന്തള്ളിക്കൊണ്ട് പോർച്ചുഗീസുകാർ വന്നു. അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്. മൊത്തത്തിൽ അന്നത്തെ സാമ്പത്തിക പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നത്. വിജയനഗരത്തിൻ്റെ ഒരു വിജയനഗരം എന്ന് പറഞ്ഞൊരു വലിയ വ്യാപാര കേന്ദ്രം തന്നെ ആയിരുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറബികളും ചൈനക്കാരും ആയിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ ആളുകളുമായിട്ട് അധികം കച്ചവടം നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നോക്കാം. നെക്സ്റ്റ് പേജിൽ ഓരോ ക്ഷേത്രങ്ങളാണ്. അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ ഓരോ ശേഷിപ്പുകളാണ്. അസാര രാമക്ഷേത്രം, ഹംപി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിത്തല സ്വാമി ക്ഷേത്രം, ഹംപി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, കൃഷ്ണദേവരായരുടെ കാലത്ത് ഹംപി ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഹംപിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ക്ഷേത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തും വലിയ പുരോഗതി ഉണ്ടായിരുന്നു. അതായത് ഇതൊക്കെ ആ നിർമ്മിതികൾക്ക് ഉദാഹരണമാണ്. ശാസ്ത്രങ്ങളുടെയും വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിലും വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൃഷ്ണദേവരായരുടെ കാലത്ത് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഹംപിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ശേഷിപ്പുകളുടെ പിക്ചറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരൂപ ക്ഷേത്രം, ഹംപി, അതുപോലെ ലോട്ടസ് മഹൽ, ഹംപി. അങ്ങനെ സാഹിത്യ രംഗത്തും എന്തുണ്ടായിട്ടുണ്ട്, പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. തെലുങ്ക് സാഹിത്യം കൂടുതൽ വികാസം പ്രാപിച്ചു. സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. നിരവധി അതുപോലെ സംസ്കൃതത്തിലൊക്കെ നിരവധി പ്രാദേശിക ഭാഷകൾ, സംസ്കൃതം ഒക്കെ വളർന്നു വന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിജയനഗരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇനി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഭരണകൂടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മുഗൾ ഭരണത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രണ്ടും എന്താണ്, രാജഭരണം തന്നെ. രണ്ടിലും കണ്ടത് നമ്മൾ രാജഭരണത്തെക്കുറിച്ച് തന്നെ, രാജഭരണം തന്നെയാണ് രണ്ടിലും കണ്ടത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ രണ്ടും തമ്മിലുള്ളൂ. അപ്പോൾ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളാണ്. ഇത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.